പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലെ എല്ലാ വിഷയങ്ങൾക്കും വളരെ കൃത്യമായ വ്യവസ്ഥകളുണ്ട്. അതിൻ്റെ ആരാധനാ കാര്യങ്ങളാണെങ്കിലും സാമൂഹിക സാംസ്കാരിക വിഷയങ്ങളാണെങ്കിലും എല്ലാ വിഷയങ്ങൾക്കും വളരെ കൃത്യമായ വ്യവസ്ഥ ഉള്ള ഒരു മതമാണ് പരിശുദ്ധ ഇസ്ലാം. നിസ്കാരത്തിന് വളരെ കൃത്യമായ വ്യവസ്ഥ ഉണ്ട്. ഇന്ന രൂപത്തിലാണ് നിസ്കരിക്കേണ്ടത്, തുടങ്ങേണ്ടത് എങ്ങനെയാണ്, അവസാനിപ്പിക്കേണ്ടത് എങ്ങനെയാണ്, റുക്കൂഅ് എങ്ങനെയാണ്, സുജൂദ് എങ്ങനെയാണ്, നൃത്തത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ഓതേണ്ടത് എന്നെല്ലാം തുടങ്ങി എല്ലാ വിഷയങ്ങൾക്കും അള്ളാഹുവിന്റെ മതത്തിൽ ഒരു കൃത്യത നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. എല്ലാ ഒരു കൃത്യത ഉണ്ട്. ആ കൃത്യത വിട്ടുകൊണ്ട് മതത്തിന്റെ വിഷയങ്ങളെ കണ്ടാൽ അത് ഇസ്ലാമിന്റെ നിയമങ്ങളെ അട്ടിമറിക്കുന്നതിന് തുല്യമാണ്. സകാത്തിന് വ്യവസ്ഥ ഉണ്ട്, ഹജ്ജിനുണ്ട്, നോമ്പിനുണ്ട്. നോമ്പിന് നമ്മള് ഒരാൾ അസ്ർ നിസ്കാരത്തിന്റെ സമയത്താണ് നോമ്പ് തുറക്കേണ്ടത് പറഞ്ഞാൽ ഇസ്ലാമിലെ നോമ്പിനെ അട്ടിമറിക്കലാണ്. ആ വ്യവസ്ഥയെ തകർക്കുന്നതിലൂടെ സംഭവിക്കുന്ന കാര്യം അതാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സകാത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. പരിശുദ്ധ ഖുർആൻ അതിന് ആർക്കൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞു, എങ്ങനെ കൊടുക്കണം എന്നും പറഞ്ഞു. രണ്ട് കാര്യം പറഞ്ഞു. എങ്ങനെയെങ്കിലും കൊടുത്താൽ പോരാ, ആർക്കെങ്കിലും കൊടുത്താലും പോരാ. എങ്ങനെയാണത് കൊടുക്കേണ്ടത്? സകാത്ത് ബാധ്യതപ്പെട്ട ആളുകൾ അവര് സ്വയം തന്നെ അവകാശികൾക്ക് കൊടുക്കുക. അപ്പൊ പിന്നെ നമുക്ക് അവിടെ വേറെ വിഷയങ്ങളൊന്നും വരാനില്ല. സ്വയം തന്നെ അവകാശികളെ കണ്ടെത്തുന്നു. ആ അവകാശിക്ക് സകാത്ത് കൊടുക്കാൻ ബാധ്യതപ്പെട്ട ആള് നേരിട്ട് കൊടുക്കുന്നു. ഈ വിഷയത്തിൽ നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കേണ്ടത്, ഫിത്ർ സകാത്തിന്റെ വിഷയത്തിൽ ഇസ്ലാമിക ഭരണകൂടങ്ങൾക്ക് ഞങ്ങളെ ഏൽപ്പിച്ചേ പറ്റൂ എന്ന നിലക്ക് നിർബന്ധിക്കാൻ പാടില്ല എന്നുകൂടിയാണ് ഫുഖഹാ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ആശയം എന്നുകൂടി നാം ഗ്രഹിക്കേണ്ടതുണ്ട്. അപ്പൊ ഇസ്ലാമിൽ സകാത്ത് കൊടുക്കുന്നത് ഒന്നുകിൽ സകാത്ത് ബാധ്യതപ്പെട്ട ആള് നേർക്ക് നേരെ അവകാശിക്ക് കൊടുക്കും, ഇതൊരു രൂപമാണ്. രണ്ടാമത്തെ ഒരു രൂപം എന്ന് പറയുന്നത് ഇസ്ലാമിക ഭരണം നിലവിലുള്ള രാജ്യത്ത് ഭരണാധികാരിയെ നേരിട്ട് ഏൽപ്പിക്കുക, അല്ലെങ്കിൽ ഭരണാധികാരി സകാത്ത് വാങ്ങാൻ വേണ്ടി ചുമതലപ്പെടുത്തപ്പെട്ട ആളുകളെ അവർക്ക് നൽകുക. ഇതാണ് വേറൊരു രൂപം. മൂന്നാമത്തെ ഒരു രൂപം എന്ന് പറയുന്നത് ഒരു നിർണിത വ്യക്തിക്ക് വക്കാലത്ത് നൽകുക. സകാത്തിന് ബാധ്യസ്ഥനായ ഒരാള് എന്റെ സകാത്ത് അവകാശികൾക്ക് കൊടുക്കാൻ നിന്നെ ഏൽപ്പിച്ചു, വക്കാലത്ത് ചെയ്തു. ആ നിലക്ക് മൂന്ന് രൂപം സകാത്തുകൾ വിതരണം ചെയ്യുന്നതിന് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചത് കാണാം. പണ്ഡിതന്മാർ അത് സവിസ്തരം പ്രതിപാദിക്കുകയും വിശദീകരിക്കുകയും ചെയ്തത് കാണാം. ഇവിടെ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, ഈ വക്കാലത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ നിർണിത വ്യക്തിയായിരിക്കണം. ഒരു വ്യക്തിക്കേ കൊടുക്കാൻ പാടുള്ളൂ, ഏൽപ്പിക്കാൻ പാടുള്ളൂ. ഒരു സമൂഹത്തിൽ ഉള്ള ആളുകളെ മൊത്തത്തിൽ നിങ്ങൾ ആരെങ്കിലും ഒരാൾ എന്റെ സകാത്ത് കൊടുക്കൂ എന്ന് പറഞ്ഞാൽ വക്കാലത്താകൂല. കാരണം വ്യക്തി നിർണയിക്കപ്പെട്ടിട്ടില്ല. ഒരു സമൂഹം കുറെ ആളുകളാണെന്നില്ല, രണ്ടാളുകളാണെന്ന് കൂട്ടുക. ആ രണ്ടിൽ ആരെങ്കിലും ഒരാൾ എന്റെ സകാത്ത് കൊടുക്കൂ, നിങ്ങളെ വക്കാലത്താക്കി എന്ന് പറഞ്ഞാൽ അവിടെയും വക്കാലത്താവുകയില്ല. കാരണം വ്യക്തി നിർണയിക്കപ്പെട്ടിട്ടില്ല. ഇവിടെ രണ്ടിൽ ഒരാൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്ര കണിശമായി ആ വിഷയത്തെ പരിശുദ്ധ ഇസ്ലാം നമ്മുടെ മുന്നിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ കമ്മിറ്റികൾക്ക് സകാത്ത് കൊടുക്കുക എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല. കമ്മിറ്റി ഒരു നിർണിത ആളല്ലല്ലോ, ഒരു വ്യക്തിയല്ലല്ലോ. അപ്പൊ കമ്മിറ്റിയെ സകാത്ത് ഏൽപ്പിക്കുക എന്ന് പറഞ്ഞ സംഭവമേ ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ട അനുവദിക്കപ്പെട്ട കാര്യമായിട്ട് നമുക്ക് ഒരു നിലക്കും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ കമ്മിറ്റികൾക്ക് കൊടുത്താൽ നമ്മുടെ സകാത്ത് വീടുകയും ഇല്ല എന്ന് വളരെ നന്നായി നാം മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യണം.
ഇനി ഇവിടെ രണ്ടാമത്തെ ഒരു ഭാഗം എന്താണ്? രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ആർക്കൊക്കെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്നാണ്. ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്? ഖുർആൻ 8 വിഭാഗം ആളുകളെ അതിനെ നിർണയിച്ചു തന്നിട്ടുണ്ട്. ഇന്നമസ് സ്വദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫതി ഖുലൂബുഹും വഫിർ റിഖാബി വൽ ഗാരിമീന വഫീ സബീലില്ലാഹി വബിനിസ് സബീൽ ഫരീളതൻ മിനല്ലാഹി വല്ലാഹു അലീം ഹകീം. നിർബന്ധ ദാനം സക്കാത്ത് ലിൽ ഫുഖറാ, അതിദരിദ്രരായ ആളുകൾക്കാണ്. വൽ മസാകീൻ, പാവപ്പെട്ട ആളുകൾ. വൽ ആമിലീന അലൈഹാ, ഇസ്ലാമിക രാജ്യം ഭരണം ഉള്ളിടത്ത് ഭരണാധികാരി സക്കാത്ത് പിരിക്കാൻ വേണ്ടി ഏൽപ്പിച്ച തൊഴിലാളി. വൽ മുഅല്ലഫതി ഖുലൂബുഹും വഫിർ റിഖാബി വൽ ഗാരിമീൻ വഫീ സബീലില്ലാഹി വബിനിസ് സബീൽ. ഇങ്ങനെ 8 വിഭാഗം ആളുകളെ പരിശുദ്ധ ഇസ്ലാം, പരിശുദ്ധ ഖുർആൻ കൃത്യമായി പറയുകയാണ്. ഞാനിത് പറയുന്നത് ഇസ്ലാമിൽ സക്കാത്ത് കൊടുക്കേണ്ടത് എങ്ങനെയെന്നും ആർക്ക് കൊടുക്കണം എന്നും ഇതിന് കൃത്യമായ വ്യവസ്ഥ ഉണ്ട്. എന്തിലൊക്കെ സക്കാത്തുണ്ട് എന്നും എത്ര അളവെത്തിയാൽ സക്കാത്തുണ്ട് എന്നും അതിനും വ്യവസ്ഥ ഉണ്ട്. എല്ലാറ്റിനും വ്യവസ്ഥ ഉണ്ട്. വ്യവസ്ഥ ഇല്ലാത്തൊരു വിഷയമില്ല ഇവിടെ. പക്ഷെ ഈ വ്യവസ്ഥയെ മുഴുവനും അട്ടിമറിച്ചുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ് തുടങ്ങിയ പുത്തൻവാദികൾ, ഇസ്ലാമിലെ അവാന്തര വിഭാഗങ്ങൾ, അതിതീവ്രമായ ആശയങ്ങളുമായി കടന്നു വന്നിട്ടുള്ള ആളുകൾ, അവര് യഥാർത്ഥത്തില് ഈ സക്കാത്ത് പിരിക്കാൻ നടക്കുന്ന എന്തിനാണെന്നറിയോ? ഇസ്ലാമിന്റെ ഒരു പദ്ധതിയെ അട്ടിമറിക്കുകയാണ് അവർ. ഇസ്ലാമിൽ നിർബന്ധമായ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത് ബാധ്യതപ്പെട്ട ആളുകൾ അത് കൊടുക്കുക എന്ന നിർബന്ധമാണ്. ഈ അമലിനെ, ഈ സൽക്കർമ്മത്തെ കളങ്കപ്പെടുത്തി മുസ്ലിം സമൂഹത്തിൽ സക്കാത്ത് കൊടുക്കാൻ ബാധ്യതപ്പെട്ട ആളുകൾ ആ ബാധ്യതയിൽ നിന്ന് ഒഴിവാകാത്ത വിധം അവരെ കുറ്റക്കാരായി നിലനിർത്തുന്ന ഏർപ്പാടാണ് മുജാഹിദുകൾ, ജമാഅത്തെ ഇസ്ലാമി, അവർ ഊർജിത സക്കാത്ത് പിരിവിനാണ് ഇപ്പൊ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സക്കാത്ത് പിരിക്കാൻ വേണ്ടി നടക്കുകയാണ്. ഇങ്ങനെ ബൈത്തുൽ മാൽ എന്ന ഒരു സംവിധാനമാണ് അവർക്കുള്ളത് പോലും. ഈ ബൈത്തുൽ മാലിനെ സംബന്ധിച്ച് ഞാൻ പറയാം. യഥാർത്ഥത്തിൽ ഒന്നാമതായി ഞാൻ പറയട്ടെ, അവരുടെ പ്രബോധനം നിങ്ങൾ വായിക്കുക. 1984 നവംബറിലെ പ്രബോധനമാണ്. ഇതിൽ പറയുന്ന കാര്യം എന്താണെന്നറിയോ? ജമാഅത്തെ ഇസ്ലാമിക്ക് സക്കാത്ത് പിരിക്കാൻ അവകാശമുണ്ടെന്നാണോ? ഇസ്ലാമിൽ അതിന്റെ ഒരു നിയമം ഇതിൽ പറയാൻ, ഒരു ഭരണകൂടത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒട്ടേറെ നിയമ നിർദ്ദേശങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാം. ഒരു ഭരണകൂടത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന നിർദ്ദേശങ്ങൾ, അതിൽപ്പെട്ടത് എന്താണ്? സക്കാത്തിന്റെ കാര്യക്ഷമമായ ശേഖരണ വിതരണം. സക്കാത്തിന്റെ കാര്യക്ഷമമായ ശേഖരണവും വിതരണവും ഒരു ഭരണകൂടം ചെയ്യേണ്ടുന്ന സംഗതിയാണെന്നാണ് ജമാഅത്തെ ഇസ്ലാമി തന്നെ 1984 നവംബർ മാസത്തിൽ പ്രബോധനത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. പിന്നെ പറയുന്നത് പലിശ സംബന്ധിച്ച നിയമങ്ങൾ, പ്രതിക്രിയാ വിധികൾ, മോഷണത്തിനും വ്യഭിചാരത്തിനുമുള്ള ശിക്ഷകൾ, ഇവയെല്ലാം ഇക്കൂട്ടത്തിൽ പെടുന്നു. അപ്പം ഭരണകൂടത്തിൽ മാത്രം നിക്ഷിപ്തമായ ഒരു പ്രവൃത്തിയാണ്, ഒരു ഇസ്ലാമിക രാജ്യമുള്ളിടത്ത് മാത്രം നിക്ഷിപ്തമായ ഒരു വിഷയമാണ് സക്കാത്ത് ശേഖരിക്കലും വിതരണം ചെയ്യലും. പ്രബോധനം പറയുന്നു, ജമാഅത്തെ ഇസ്ലാമിയുടെ പുസ്തകം പറയുന്നു. പക്ഷെ ഇവിടെ ജമാഅത്തെ ഇസ്ലാമി അവര് ഇപ്പോൾ ഭരണകൂടമായോ? ഇന്ത്യ രാജ്യത്ത് നിലക്കൊള്ളുന്ന ജമാഅത്തെ ഇസ്ലാമി, ഈ സക്കാത്ത് പിരിക്കാൻ നടക്കുന്നവർ അങ്ങനെ ഒരു ചിന്തയിലാണ് അവർ ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ തന്നെ ഒരു സമാന്തര ഭരണം ഇവിടെ ആരംഭിച്ചോ? എന്താണ് അവർ പറയുന്നത്? ഞാൻ ഈ ഒന്നുകൂടി വായിക്കാം. ഇത് അവരുടെ ഭരണഘടനയാണ്. ഈ ഭരണഘടനയില് സക്കാത്തുമായി ബന്ധപ്പെട്ട, ബൈത്തുൽ മാലുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ബൈത്തുൽ മാല് ഇവര് ഈ ഒരു കേന്ദ്രീകൃത ഒരു ധനസമാഹരണത്തിനുള്ള പ്രത്യേകമായ ഒരു സംവിധാനമൊക്കെ ഉണ്ടാക്കിയെടുത്ത് അവര് തന്നെ സ്വയം ഒരു ഭരണമായി തീരുകയാണ്. നാം മനസ്സിലാക്കണം, ജമാഅത്തെ ഇസ്ലാമി ഇവിടെ ഈ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്ന ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ ഇവിടെ ഒന്നും ശരിയാവില്ല, നോമ്പൊറ്റാലും സക്കാത്ത് കൊടുത്താലും അമൽ ചെയ്താലും കർമ്മങ്ങൾ ഉണ്ടായിരുന്നാലും ഒന്നും ശരിയാവില്ല എന്നാണ് അവരുടെ ഒരു വാദം എന്ന് പറയുന്നത്.
അത് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല, പല തവണ നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതാണ്. അവരുടെ ഖുത്ബാത്തിലടക്കം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സാങ്കല്പിക ലോകത്താണ്, വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്, വീട്ടിൽ യഥാർത്ഥ വീടല്ല, ഇസ്ലാമിക ഭരണമില്ലെങ്കിൽ. അതിനൊക്കെ ഉപോത്ബലകമായ എത്രയോ പ്രഭാഷണങ്ങൾ, പുസ്തകങ്ങൾ അവരുടെ തന്നെ ഉണ്ട്. അതൊന്നും പിൻവലിക്കാൻ അവർക്ക് കഴിയില്ല. പിൻവലിച്ചാൽ പിന്നെ പഴയ ജമാഅത്ത് ഇസ്ലാമി എന്ന സാധനം ഉണ്ടാവില്ല ഇവിടെ. അവരുടെ അടിസ്ഥാന ആശയമാണ് ഈ പറയുന്നത്. എന്നിട്ട് ഇവർ പറയാണ് ഭാഗം 4 ധനകാര്യം. ജമാഅത്ത് ഇസ്ലാമിക്ക് ഒരു ധനകാര്യം പ്രത്യേക വകുപ്പ് ബൈത്തുൽ മാൽ. ഇതിൽ പറയുന്ന കേട്ടോളൂ, ഗണ്ണിക 57. ഓരോ പ്രാദേശിക ജമാഅത്തിനും പ്രാദേശിക ബൈത്തുൽ മാലും ഓരോ ഹൽഖയിലും ഹൽഖ ബൈത്തുൽ മാലും ജമാഅത്ത് കേന്ദ്രത്തിൽ കേന്ദ്ര ബൈത്തുൽ മാലും സ്ഥാപിക്കുന്നതാണ്. ജമാഅത്ത് ഇസ്ലാമിക്ക് പ്രാദേശിക ബൈത്തുൽ മാല്, ഹൽഖ ബൈത്തുൽ മാല്, പിന്നെ കേന്ദ്ര ബൈത്തുൽ മാല്. ജമാഅത്ത് ഇസ്ലാമി മുസ്ലിങ്ങളുടെ സമ്പത്ത് ശേഖരിച്ച് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് അവർ തീരുമാനിച്ചൊരു രൂപം കണ്ട് അവരുണ്ടാക്കുന്ന ഒരു നിയമവ്യവസ്ഥിതിയെ പറ്റി അവർ പറയുകയാണ് ഇവിടെ. ഇതെന്താ പറയുന്നത്? അംഗങ്ങൾ തങ്ങളുടെ സകാത്ത് ജമാഅത്തിന്റെ പ്രാദേശിക ബൈത്തുൽ മാലിൽ അടക്കുന്നതാണ്. ജമാഅത്ത് ഇസ്ലാമി അതിൽ അംഗത്വം എടുത്ത ആളുകള് അവരുടെ പ്രാദേശിക ബൈത്തുൽ മാലിൽ ഈ സകാത്ത് അടക്കുക. അങ്ങനെ ഒരു നിയമം ഇസ്ലാമിലുണ്ടോ? ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമമുണ്ടോ? ഇസ്ലാമിൽ ഏത് നിയമപ്രകാരമാണ് പ്രാദേശിക ബൈത്തുൽ മാലിൽ സകാത്ത് അടക്കണം എന്നതിന് ഖുർആനിൽ എവിടെ രേഖ? ഹദീസിൽ എവിടെയാണ് രേഖ? നിങ്ങൾ കാണിക്കാൻ കഴിയൂ? ഇസ്ലാമിക രാജ്യമാണ്, രാജ്യമുള്ളയിടത്ത് ആ രാജ്യം ചെയ്യേണ്ടുന്ന പണി ജമാഅത്ത് ഇസ്ലാമി എടുക്കുന്നത് ഏത് മാനദണ്ഡ പ്രകാരം? ഞാൻ പ്രബോധനം വെച്ചുകൊണ്ടാണ് നിങ്ങളോട് ചോദ്യം അങ്ങോട്ട് ചോദിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർമാരും നേതാക്കന്മാരും സക്കാത്തിന്റെ പിരിവിലാണല്ലോ. ഈ പിരിവിന് നടക്കുന്ന ആളുകൾ ഇസ്ലാമിലെ ഏത് വ്യവസ്ഥയാണ് നിങ്ങൾക്ക് ഇതിന് അംഗീകാരം നൽകുന്നത്? ഏത് പ്രമാണമാണ്? സാധാരണക്കാരായ ആളുകൾ ഇവരെ സക്കാത്ത് ഏൽപ്പിക്കും. ഓർക്കണം, ശ്രദ്ധിക്കണം, നിങ്ങളുടെ സക്കാത്ത് വിടൂല. സക്കാത്ത് തട്ടിപ്പ് നടത്തുകയാണ് യഥാർത്ഥത്തിൽ ജമാഅത്ത് ഇസ്ലാമി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സക്കാത്ത് തട്ടിപ്പുകാരൻ ഇസ്ലാമിലെ വിശ്വാസികളെ ചൂഷണം ചെയ്യുകയും അവരുടെ സക്കാത്ത് ഞങ്ങൾ കൊടുത്തോളാം എന്ന നിലക്ക് സാധുക്കളായ വിവരമില്ലാത്തവരായ ആളുകളെ പറ്റിച്ച് ആ വിവരമില്ലാത്തവരുടെ ഈമാനും ഇസ്ലാമും ചൂഷണം ചെയ്ത് ആത്മീയ ചൂഷണത്തിലൂടെ സക്കാത്ത് മുതൽ തട്ടിപ്പ് നടത്തുന്ന ആളുകളാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ആളുകൾ. വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണിത്. ഇനി അതിനൊരു വിശദീകരണം ഉണ്ട്. ഏകാംഗങ്ങളുടെ സക്കാത്തിനെ സംബന്ധിച്ച് ജമാഅത്ത് അമീർ അനുയോജ്യമായ വ്യവസ്ഥകൾ ഉണ്ടാക്കുന്നതാണ്. ജമാഅത്ത് അമീർ അനുയോജ്യമായ വ്യവസ്ഥ, ഖുർആനിലെ വ്യവസ്ഥ ഒന്നും മുമ്പ് പറ്റൂല. അമീർ ഒരു വ്യവസ്ഥ വേറെ ഉണ്ടാക്കും. വ്യവസ്ഥ ഉണ്ടാക്കുന്നതിനെ പറ്റിയൊക്കെ ഇതിൽ വേറെയും പറയുന്നുണ്ട്, ഞാൻ കേൾപ്പിക്കാം. ഇനി അടുത്ത ഗണ്ണിക കേന്ദ്ര ബൈത്തുൽ മാൽ. കേന്ദ്ര ബൈത്തുൽ മാൽ ജമാഅത്ത് അമീറിന്റെ കീഴിലായിരിക്കും. ബൈത്തുൽ മാലിന്റെ അമീറിന്റെ കീഴിലുള്ളതാണ് ഈ ധനകാര്യ, ഈ വകുപ്പ് അയാളെ കീഴിലാണ്. അംഗീകൃത ബജറ്റ് അനുസരിച്ച് അതത് ഇനങ്ങളിൽ അദ്ദേഹം അതിൽ നിന്നും ചെലവാക്കുന്നതായിരിക്കും. അംഗീകൃത ബജറ്റ്, ഇവരൊക്കെ കൂടിയിട്ടൊരു ബജറ്റ് ഉണ്ടാക്കും. എന്നിട്ട് ആ ബജറ്റിനനുസരിച്ചിട്ട് ഈ അമീർ ചെലവഴിക്കുക. ഇസ്ലാം ഒരു ബജറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇസ്ലാം അതിന് കൊടുക്കേണ്ടുന്ന അവകാശികളെ നിർണ്ണയിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെയാണ് അവർ കൊടുക്കുന്നത്. ഇവരുടെ ബൈത്തുൽ മാൽ എന്ന പേരിൽ സക്കാത്ത് പിരിവ് നടത്തിയിട്ട് അതിന്റെ ബാക്കി വച്ച പത്രങ്ങൾ വരെ നമ്മളുടെ കയ്യിൽ ധാരാളമുണ്ട്. ചെലവഴിക്കാതെ ഒരു കൊടുത്തുവീട്ടൽ വളരെ നിർബന്ധമുള്ള സക്കാത്ത്, ആ സക്കാത്ത് ഇവര് ശേഖരിച്ച് സൂക്ഷിച്ചു വെച്ച് ഇവരുടെ പ്രവർത്തനങ്ങൾക്ക്, ഇവരുടെ നേതാക്കന്മാര് വരെ പറഞ്ഞില്ലേ, ഇവരുടെ പത്രപ്രവർത്തനങ്ങൾക്ക് വരെ ഉപയോഗപ്പെടുത്തുകയാണ്. അതായത് ആളുകളിൽ നിന്ന് സക്കാത്ത് പിരിച്ചിട്ട് ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനം, ജനാധിപത്യ രാജ്യത്ത് ഈ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന പ്രവർത്തനങ്ങൾ, ഒരു ഭരണം സ്ഥാപിച്ച്, ഇസ്ലാമിക ഭരണം സ്ഥാപിച്ച് ആ ഭരണത്തിന് വേണ്ടിയുള്ള പരിശ്രമം, അതിനാണ് ജിഹാദ് എന്ന് പറയുന്നതെന്ന് വ്യാഖ്യാനിച്ച് മുസ്ലിം ഉമ്മത്തിന്റെ പണം ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയെ സമൂഹം വളരെയേറെ കരുതിയിരിക്കണം എന്നാണ് ഈ വിഷയത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി ഒന്നുകൂടി കണ്ടു, ബജറ്റിലെ ഒരിനത്തിൽ നിന്ന് മറ്റൊരു
മറ്റൊരിനത്തിലേക്ക് സംഖ്യ മാറ്റം ചെയ്യുന്നതിനും, ഒരിനത്തിൽ വകയിരുത്തിയത് വേറൊരു ഇനത്തിലേക്ക് മാറ്റം ചെയ്യുന്നതിനും, അസാധാരണ പരിതസ്ഥിതിയിൽ അവിചാരിതമായി സംഭവിക്കുന്ന ആവശ്യങ്ങൾക്ക് അംഗീകൃത ബജറ്റിന് പുറമെ സംഖ്യ ചെലവാക്കുന്നതിനും 29-ാം ഖണ്ഡിക പ്രകാരം ജമാഅത്ത് അമീറിന് അധികാരമുണ്ടായിരിക്കും. 29-ാമത്തെ ഖണ്ഡിക എന്ന് പറഞ്ഞാൽ അത് അടുത്ത ശൂറയിൽ സമർപ്പിക്കണം എന്നാണ്. അമീർ നേരത്തെ ചെലവഴിക്കാം. ഇതൊരു വലിയ ഭരണം, ഒരു രാജ്യം ഇങ്ങനെ ഭരിക്കാണല്ലോ വരും. അസാധാരണ സംഭവങ്ങളൊക്കെ വന്നു പെട്ടിട്ട് അതിൽ അമീർ പെട്ടെന്ന് പെടുന്നതിനെ ഒരു തീരുമാനമെടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ രാജ്യം കുട്ടിച്ചോറായി പോകും. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ്. അപ്പൊ ജമാഅത്തെ അമീർ എന്ത് ചെയ്യണം? ഇന്ത്യയിലെ, കേരളത്തിലെ ജമാഅത്തിന്റെ അമീർ അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഉടനെ തന്നെ അത് പരിഹരിച്ചോളണം. അത്ര വലിയ ജാഗ്രതയിലാണ് ഇവരുള്ളത്. ഭയങ്കര രാജ്യമാണല്ലോ ഇവരുടെ രാജ്യം. ഇനി ഒന്നുകൂടി നോക്കുക. ഓരോ ഹൽക്കയുടെയും ബൈത്തുൽ മാൽ ഹൽക്ക അമീറിന്റെ കീഴിലായിരിക്കും. തന്റെ ഹൽക്ക മജ്ലിസു ശൂറയുടെ അഭിപ്രായം അനുസരിച്ച് അതത് ഇനങ്ങളിൽ അദ്ദേഹം അതിൽ നിന്നും ചെലവഴിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയം, ഈ ജമാഅത്ത് ഇസ്ലാമിക്ക് സക്കാത്ത് കൊടുക്കുന്നവർ ചിന്തിക്കേണ്ട കാര്യം, അള്ളാന്റെ ഖുർആൻ പറഞ്ഞതുപോലെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ചെലവഴിക്കുന്ന ആളുകളല്ല. ഓരോരോ വിഷയങ്ങളിലും അവരുടെ അമീറുമാര് കണ്ടെത്തുന്ന വിഷയങ്ങളിൽ ചെലവഴിക്കുന്നതാണ്. അങ്ങനെയാണ് ഇവരുടെ ഒരു ചെലവഴിച്ച കണക്ക് വന്നപ്പോ കിണറിന്റെ ചുറ്റുമതിൽ കെട്ടാൻ അത് ഏത് വകുപ്പിലാണ്? ഈ 8 വിഭാഗത്തിൽ ഏതിലാണ്? ഒരാൾക്ക്, പാവപ്പെട്ട ഒരാൾക്ക് കൊടുക്കാം, സക്കാത്തിന്റെ പൈസ കൊടുക്കാം, അത് കൊടുക്കണം. മിസ്കീനിന് കൊടുക്കണം, ഫുഖറായിന് കൊടുക്കണം. അങ്ങനെ 8 വിഭാഗത്തിൽപ്പെട്ട ആരെയാണോ നമുക്ക് ലഭിക്കുന്നത് അവർക്ക് കൊടുക്കാം. ആ കൊടുക്കുന്ന ആള് അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. പക്ഷേ ഇവര് കൊടുക്കുന്നത് കിണർ കുഴിച്ചു കൊടുക്കാൻ ഒരു വകുപ്പാണ്. കിണർ കുഴിച്ചു കൊടുക്കാൻ, ജമാഅത്ത് ഇസ്ലാമി കിണർ കുഴിച്ചു കൊടുക്കാൻ, ജമാഅത്ത് ഇസ്ലാമിയുടെ പത്രങ്ങൾ നടത്താൻ, ജമാഅത്ത് ഇസ്ലാമിയുടെ ഓഫീസ് നടത്താൻ, ജമാഅത്ത് ഇസ്ലാമിയുടെ മൗലവിമാർക്ക്, പുരോഹിതന്മാർക്ക് പ്രസംഗങ്ങൾ നടത്താൻ, ഇതിനൊക്കെ ഈ സക്കാത്തിന്റെ ഫണ്ട് വിനിയോഗിക്കുകയും ഇവരുടെ ഓഫീസിന്റെ നവീകരണത്തിന് വേണ്ടി വിനിയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് ഈ സക്കാത്ത് കൊടുക്കുന്നുവെന്ന് ബോധ്യപ്പെട്ടിട്ടും അവർക്ക് സക്കാത്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളും അതിന് കൂട്ടുനിന്നു കൊടുക്കുന്നവരും അതിന് പരസ്യം ചെയ്തു കൊടുക്കുന്നവരും ഓർക്കുക, ഇസ്ലാമിന്റെ ഒരു വ്യവസ്ഥിതിയെ തകർക്കാനാണ് നിങ്ങൾ കൂട്ടുനിൽക്കുന്നത്. ഗൗരവമുള്ള കാര്യമാണത്. എന്നിട്ട് പിന്നെ പറയുന്ന ഒരു കാര്യം എന്താ അറിയോ? ബൈത്തുൽ മാലുകളെ സംബന്ധിച്ച നിയമ ചട്ടങ്ങൾ ജമാഅത്ത് അമീർ നിർമ്മിക്കുന്നതായിരിക്കും. ഈ ബൈത്തുൽ മാലില് അതിന്റെ നിയമചട്ടങ്ങളൊക്കെ ആരാണ് നിർമ്മിക്കുക? ജമാഅത്തിന്റെ അമീർ നിർമ്മിക്കും. അപ്പൊ ജമാഅത്തിന്റെ അമീർ ഉണ്ടാക്കുന്ന ഒരു വ്യവസ്ഥ പ്രകാരം നടന്നു പോകുന്ന ഒരു പദ്ധതിയിലേക്ക്, ഒരു സ്ഥാപനത്തിലേക്ക്, ഒരു ധനകാര്യ സ്ഥാപനത്തിലേക്ക്, ബൈത്തുൽ മാലിൽ നിന്ന് ജമാഅത്ത് ഇസ്ലാമി പേരിട്ട് വിളിക്കുന്ന ഒരു കേന്ദ്രത്തിലേക്ക് നിങ്ങളുടെ സക്കാത്ത് കൊടുത്തിട്ട് ആഖിറത്തിൽ കൈകടിക്കേണ്ടി വരും. ആഖിറത്തിൽ ശിക്ഷയിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഇത് പറഞ്ഞു തരിക എന്ന ബാധ്യത ഇവിടെയുള്ള ദീനീ ബോധമുള്ളവർക്ക് ഉണ്ട് എന്നതുകൊണ്ട് അത് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഈ കാര്യം ഉണർത്തിയത്. ഇനി ഒന്നുകൂടി പറയാം, ഇവരുടെ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഉണ്ടെന്നറിയോ? ഇവര് ദുർവ്യാഖ്യാനിക്കുന്ന ഈ വൽ ആമിലീന അലൈഹ, സക്കാത്തിന്റെ തൊഴിലാളികൾ എന്ന പേരില് 8ൽ 1 ഭാഗം പിരിച്ചെടുത്ത സക്കാത്തിന്റെ 8ൽ 1 ഭാഗം, ആ ഭാഗം ഇവർക്ക് കൊടുക്കുകയാണ്. ആർക്ക്? ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകരായി ഇത് പിരിക്കാൻ നടക്കുന്ന ആളുകൾ, മുജാഹിദുകളുടെ ഈ സക്കാത്ത് പിരിക്കാൻ നടക്കുന്ന ആളുകൾ. നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് ഈ ഖുത്ബാത്തെങ്കിലും ഒന്ന് വായിച്ചു നോക്കണം. ഈ ഖുത്ബാത്തില് നിങ്ങൾ കണ്ടോ, മൗദൂദി അദ്ദേഹം പറയുന്ന വിഷയം തന്നെ ഇത് എവിടെയാണ് ഇത് ബാധകം? വൽ ആമിലീന അലൈഹ എന്ന് പറഞ്ഞാൽ ഇത് തോന്നിയവർക്ക് കൊടുക്കാം എന്നാണോ? ആമിലീന അലൈഹ, ഇസ്ലാമിക ഭരണകൂടം സക്കാത്ത് പിരിക്കുവാനായി നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. അതുകൊണ്ടുള്ള വിവക്ഷ മൗദൂദി പോലും പറയുന്നു. വൽ ആമിലീന അലൈഹ, സക്കാത്തിന്റെ തൊഴിലാളികൾ എന്ന പേരിൽ ഈ മുജാഹിദീങ്ങളും ജമാഅത്ത് ഇസ്ലാമിയുടെ അമീറുമാരും നിശ്ചയിക്കുന്ന ആളുകൾക്ക് ഒക്കെ സക്കാത്ത് കൊടുക്കാമെന്നാണോ? അങ്ങനെയാണ് അവരുടെ വെപ്പ്, അങ്ങനെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മൗദൂദി പോലും എഴുതുകയാണ് ഇവിടെ വൽ ആമിലീന അലൈഹ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഭരണ
ഭരണകൂടം സക്കാത്ത് പിരിക്കുവാനായി നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഇതുകൊണ്ടുള്ള വിവക്ഷ. അവർക്ക് സക്കാത്തിന്റെ ഇനത്തിൽ നിന്ന് തന്നെ കൊടുക്കാമെന്നാണ് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജമാഅത്ത് ഇസ്ലാമിയുടെ മൗദൂദി തന്നെയും അത് രേഖപ്പെടുത്തുകയാണ്. ഈ പറയുന്ന ഭാഗം എങ്കിലും ജമാഅത്ത് ഇസ്ലാമിയുടെ ആളുകൾ ഒന്ന് വായിച്ചു നോക്കണം. ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത് സാധാരണക്കാരുടെ മുന്നിൽ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ ബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാലോ. ഇവരുടെ കയ്യിൽ അങ്ങ് സക്കാത്ത് കൊടുത്താൽ പിന്നെ നമ്മൾ ഈ അവകാശികളെയും തെരഞ്ഞു നടക്കണ്ടല്ലോ എന്ന് ചിന്തിച്ചാൽ, എന്ന് ആലോചിച്ചാൽ നിങ്ങളുടെ സക്കാത്ത് ഒരിക്കലും വീടുകയില്ല. അള്ളാഹുവിന്റെ മുന്നിൽ അങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കുകയും ഇല്ല. കാരണം ഇവർ പറയുന്ന ഒരു വ്യവസ്ഥിതി പരിശുദ്ധ ഇസ്ലാമിൽ ഇല്ല. ഇസ്ലാം അങ്ങനെ ഒരു നിയമം ഇവിടെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ സക്കാത്ത് അവകാശികൾക്ക് കൊടുത്തു വീടിയിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ നമ്മൾ തന്നെ കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു വക്കീലിനെ നാം നമ്മളുടെ സക്കാത്ത് ഏൽപ്പിക്കുകയോ നിർണിത വ്യക്തിയെ, എന്നിട്ട് അവർ അവകാശിക്ക് കൊടുത്തു വീട്ടുകയും വേണം. ഇവിടെ ഒരു പ്രത്യേക നിയമം പണ്ഡിതന്മാര് പറയുന്നുണ്ട്. എന്താണെന്നറിയോ? നമ്മൾ വക്കാലത്താക്കി ഒരാളെ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി, എന്നാല് ആ സക്കാത്ത് അവകാശിക്ക് വക്കീൽ ഏൽപ്പിക്കപ്പെട്ട വ്യക്തി കൊടുത്തെങ്കിൽ മാത്രമേ, കൊടുത്തു വീട്ടിയെങ്കിൽ മാത്രമേ ഈ വ്യക്തി സക്കാത്ത് ബാധ്യതപ്പെട്ട ആളിൽ നിന്ന് മോചിതനാവുകയുള്ളൂ. എന്താ വ്യത്യാസം? ഇസ്ലാമിക ഭരണമുള്ളിടത്ത് ഭരണകൂടത്തിന് കൊടുത്താൽ പിന്നെ അയാൾക്ക് അതിനെ സംബന്ധിച്ച് ചോദ്യമില്ല. പക്ഷെ വക്കീലിന് ഒരു ഏൽപ്പിക്കപ്പെട്ട വ്യക്തി, ആ വ്യക്തി അവകാശിക്ക് കൊടുത്തു എന്ന ഉറപ്പ് നമുക്കുണ്ടാകണം. ജമാഅത്തിന്റെ കേന്ദ്രത്തിൽ കൊടുത്താൽ ഉണ്ടാവോ? ജമാഅത്ത് ഇസ്ലാമിക്ക് വക്കാലത്താക്കിയാൽ വക്കാലത്താവോ? വക്കാലത്തിന്റെ ശ്രീയല്ല. അങ്ങനെയുള്ള ഒരു സംവിധാനത്തിലേക്ക് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തൂണുകളിൽ ഒന്നായ, അതിന്റെ റുക്നുകളിൽ ഒന്നായ സക്കാത്തിനെ, ആ വ്യവസ്ഥ പൂർണ്ണമായും തകിടം മറിക്കുന്നതിന് ഈ മനുഷ്യ നിർമ്മിത ആശയങ്ങൾ കൂട്ടുപിടിച്ച് ആരെങ്കിലും അവരുടെ സക്കാത്തുകൾ കൊടുത്ത് ഇസ്ലാമിക സമൂഹത്തെ തന്നെയും ഭീകരതയുടെയും അതുപോലെ തീവ്രതയുടെയും ആശയത്തിന്റെ ആളുകൾ എന്ന തെറ്റുധാരണകൾ ഉണ്ടാക്കിയെടുക്കുന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കിയ, അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോഴും നിലകൊള്ളുന്നത് എന്ന് പറയുന്ന ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ, അവർക്ക് കൊടുത്ത ദീനിനെ നിങ്ങൾ കളങ്കപ്പെടുത്തരുത്. നിങ്ങളുടെ നിർബന്ധമായ ബാധ്യതകൾ, അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ഇത് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് സാമ്പത്തിക തട്ടിപ്പും സക്കാത്ത് തട്ടിപ്പും ആത്മീയ ചൂഷണവും നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ അമീറുമാരും അവരുടെ പ്രവർത്തകരും അവരുടെ സംഘടനയും ഈ സക്കാത്ത് പിരിക്കാൻ വേണ്ടി ഇറങ്ങിയ ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന ബോധം നമുക്കുണ്ടാകണം. അല്ലാഹു ഹിദായത്തിന്റെ വഴിയിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.